ചില മനുഷ്യരിലുണ്ടാവുന്ന യുക്തിരഹിതവും രോഗാവസ്ഥയ്ക്ക് തുല്യവുമായ ഭയമോ വിദ്വേഷമോ കൊണ്ടുവരുന്നതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഈ ഫോബിയ ഉള്ളവർക്ക് പതിവിൽ കവിഞ്ഞ ഭയവും പലതിനോടും അസാധാരണ വെറുപ്പും ഉണ്ടാകുന്നു. ഏതാണ്ട് 500-ലധികം വിവിധ തരം ഫോബിയാസ് ഉള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു ഫോബിയ അത്രേ അക്ലുഫോബിയ. അക്ലുഫോബിയ ഈസ് ആൻ എക്സസീവ് ആൻഡ് ഇറേഷണൽ ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഓർ ദി നൈറ്റ്. ഇരുട്ടിനെയോ രാത്രിയോ കുറിച്ചുള്ള അമിതവും യുക്തിരഹിതവുമായ ഭയമാണ് അക്ലുഫോബിയ. ഇതൊരു തരം ആൻസൈറ്റി ഡിസോർഡർ, ഉത്കണ്ഠാരോഗമാണ്. ഇതുമൂലം നിസ്സഹായതയുടെ ഒരു ബോധമുണ്ടാക്കുന്നു. അക്ലുഫോബിയയിൽ തന്നെ 2 ഇനങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡാർക്ക്നെസ് ഫോബിയ, കാണുവാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ഇരുട്ടിനെ ഭയക്കുന്ന രോഗം. 2 ഇമോഷണൽ ആൻഡ് റിലേഷണൽ ഡാർക്ക്നെസ് ഫോബിയാസ്, വൈകാരികവും ബന്ധപരവുമായി ഉണ്ടാകുന്ന അന്ധകാരത്തെ ഭയക്കുന്ന രോഗം. കൊച്ചുകുട്ടികൾ ഇരുട്ടിനെ ഭയക്കുന്നത് സ്വാഭാവികം. എന്നാൽ മുതിർന്നവരിൽ ഇത് കാണുന്നത് ഉത്കണ്ഠയുടെ ലക്ഷണമാണ്. എന്നാൽ നാം കാണുന്ന ഇരുട്ടിനേക്കാൾ ഭയാനകമാണ് വൈകാരികവും ബന്ധപരവുമായ ഇരുട്ടിൻ്റെ അലട്ടലുകൾ. മുൻപിൽ സകല വാതിലുകളും അടയപ്പെടുന്ന സമയം, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുകയോ തള്ളപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ, ദാമ്പത്തിക ജീവിതം വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, പൈശാചികമായ പോരാട്ടങ്ങളെ ഒന്നിനു പിറകെ ഓരോന്നായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അന്ധകാരത്തിലായി പോകുമോ എന്നൊരു ഭീതി മനസ്സിനെ വല്ലാതെ പലരിലും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നാരെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫോബിയയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു വിടുതലിൻ സന്ദേശം കേൾക്കുക. ലോകരക്ഷകനായ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ ലോകത്തിൻ്റെ ഒരു വെളിച്ചമെന്നോ പലരുടെയും കൂട്ടത്തിലെ ഒരുവനാണെന്നോ അല്ല കർത്താവ് പറഞ്ഞത്. പകരം ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. നാം ഇന്ന് ഭൂമിയുടെ ഏത് കോണിലായിരുന്നാലും അവിടെയെല്ലാം പ്രകാശിക്കുന്ന ഒരു സത്യ വെളിച്ചമത്രേ നമ്മുടെ യേശു കർത്താവ്. ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ഒരു തരത്തിലുള്ള അന്ധകാരത്തിനും നമ്മുടെ ഉള്ളിൽ തുടരുവാൻ കഴിയുകയില്ല. ഭൗതികവും വൈകാരികവും ബന്ധപരവുമായി ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള അന്ധകാരങ്ങളും അകറ്റുന്ന വെളിച്ചമാണ് യേശു കർത്താവ്. നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവേ, നാളുകളായി വിവിധ തരത്തിലുള്ള ഫോബിയാസ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നിമിത്തം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായ അങ്ങ് എന്നിൽ കടന്നു വരേണമേ. എന്നിലെ സകല അന്ധകാരങ്ങളും അത് നിമിത്തം നീങ്ങിപ്പോകട്ടെ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.